കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു BM ആയിട്ടാണ് വന്നേക്കണം. BMൻ്റെ X1 എസ് ഡ്രൈവ് വാഹനമായിട്ടാണ് വന്നേക്കണം. 2018 മോഡലാണത്, 18 ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2017 ലാസ്റ്റോട് നമുക്ക് ഡിജിറ്റൽ ആ മീറ്ററിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2018 വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ ചേഞ്ചസൊക്കെ നമുക്ക് ഇതിനകത്ത് ഫുള്ള് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ്, ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. കാര്യമായിട്ടുള്ളൊരു തട്ടിലോ മുട്ടിലോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഫുള്ള് ബോഡി കിറ്റ് ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആണ് ഈ വാഹനത്തിൽ, ഇൻക്ലൂഡിങ് സ്പെയർ രീതി കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഫുള്ള് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൻറ്റ് വണ്ടിയാണ്. ഇത് ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലായിടത്തും നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ഇവിടെ ഫീൽ ചെയ്യും. അപ്പോൾ വണ്ടി കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്കിതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് BM ആണ്. BMൻ്റെ X1 എന്ന സീരീസ് നിങ്ങളെല്ലാവരും വളരെ സുപരിചിതമായിട്ടുള്ളൊരു നെയിം ആയിരിക്കും. X സീരീസ് എന്ന് പറയുന്നത്. അതിനകത്ത് X1 എസ് ഡ്രൈവാണ് നിങ്ങൾ വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ് കേട്ടോ. ബോഡി ക്വാളിറ്റിയൊക്കെ നോക്കാം. യാതൊരു രീതിയിലുള്ള തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നും നമുക്ക് വാണ്ടി കിട്ടുന്നില്ല കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ഇതിൻ്റെ മോഡൽ. 18 എൻഡിൽ വന്നേക്കണ വാഹനമാണ്. 18 എൻഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2017 ലാസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഡിജിറ്റൽ മീറ്ററിലൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളും പഴയൊരു മോഡലിനകത്താണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു 2018 വരുമ്പോൾ ഇതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. ഹലോ, ഇതാണ് വാഹനത്തിൻ്റെ ലുക്ക് വന്നേക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവരുടെ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോയേക്കാം. ടോപ്പ് വ്യൂ നോക്കാം. ഹലോ, നല്ല നീറ്റായിട്ട് ഇങ്ങനെ ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി വീലാർച്ചും ടയർ കണ്ടീഷനിലേക്ക് വരാം. വീലാർച്ച് പോകാം. വീലാർച്ചൊക്കെ വളരെ നീറ്റായിട്ട് ഇങ്ങനെ വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് എത്തുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. ഇനി ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും ഒരു രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ബോണറ്റിൽ കിട്ടുന്നില്ല. വളരെ നീറ്റായിരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല നീറ്റായിരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഫോഗ് ലാംപ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സ് കാണാം. ഗ്രില്ല് നോക്കാം. ഗ്രില്ലൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. ലോവർ ലിപ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലോവർ ലിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ ലാമ്പായാലും നീറ്റായിരിക്കുന്ന ലാംപ്സ് കാണാൻ പറ്റും. ഇവിടെയും ഫോഗ് ലാംപ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫോഗ് ലാംപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ചിലേക്ക് പോയേക്കാം. ഈ വീലാർച്ചായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർച്ച് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് എത്തുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഗ്ലാസ് നോക്കാം. ഗ്ലാസും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ചും നീറ്റായിട്ടിരിക്കുന്നു. ഗ്രിപ്പ് ഫ്രണ്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഗ്രിപ്പ് കുറവാണ്. അലോയ്സ് ആയാലും ചെറിയ രീതിയിലുള്ള പൊട്ടിക്കൊരു സ്ക്രാച്ചും കൂടെ അലോയ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ. നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഷാർക്ക് ആൻറ്റ വരുന്നുണ്ട്, ഫോഗേഴ്സ് വരുന്നുണ്ട്, റിയൽ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ X1 ബാഡ്ജിങ് കാണാൻ പറ്റും. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് എത്തുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഇത് നമുക്ക് പയ്യെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സാണ് പരിചയപ്പെടേണ്ടത്. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ യാതൊരു രീതിയിൽ പഴമയോ നമുക്കിവിടെ കിട്ടുന്നില്ല. ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പവർ വിൻഡോസും ബാക്കി കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നോക്കാം. കേട്ടോ, നല്ല നീറ്റായിട്ട് ചെയ്യുന്ന രണ്ട് സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് വണ്ടി കയറുമ്പോൾ കിട്ടുന്നുണ്ടോ? ആണോ, അതാണ് കിടു. അതേപോലെ നമുക്ക് എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡ് നീറ്റായിട്ടിരിക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ വന്നേക്കണേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പയ്യെ പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ ആണോ ഈ ഡിജിറ്റൽ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ഇവിടെ നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ 2017 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് അട്രാക്ഷൻ വന്നേക്കണം. ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ സീറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. റിയർ ഭാഗത്ത് സീറ്റ് നോക്കാം. റൂഫും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ റിയർ സൈഡ് നോക്കിക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട അതേ ക്വാളിറ്റി തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നുണ്ട്. നല്ല ന്യായമായിട്ടുള്ള ലെഗ് റൂം വരുന്നുണ്ട്.
ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും ബൂട്ടും കൂടി ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു X1-ൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വാഹനം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന വാഹനമാണ്. അതിൻ്റെ പെർഫെക്ഷൻ നോക്കാം. ഇപ്പോൾ 96,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു രീതിയിലുള്ള പഴമയോ കാര്യങ്ങളോ നമുക്ക് എൻജിൻ സൈഡ് നോക്കിയാൽ കിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെയും എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഓക്കെ. അതേപോലെ തന്നെ ലിഡിലേക്കൊന്ന് വായിക്കാം. ലിഡിലായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ലിഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇഷ്ടംപോലെ സ്പേസാണ്, ഒരുപാട് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ സ്റ്റോറേജൊക്കെ നോക്കിക്കാം. ഇവിടെ നമുക്ക് സ്പെയർ വീൽ വരുന്നുണ്ട്, ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എഡ്ജസ് നോക്കിക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ഒരു രീതിയിലുള്ളൊരു കംപ്ലയിൻസോ കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എസ് ഡ്രൈവ് വാഹനമാണ്. X1 സീരീസ് എന്ന വാഹനമാണ്. അത് മാത്രമല്ല 2017 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീരിയേഴ്സിൽ ഡിജിറ്റൽ മീറ്ററിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. പഴയ മോഡലാണ്. പക്ഷേ 2018 മുതൽ ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ക്യാരി ഫോർവേഡായിട്ട് വന്നേക്കുന്നത്. 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനം. ഫുള്ള് ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ളൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടാനില്ല. ഒരു ഡോക്ടർ യൂസ്ഡ് വാഹനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23.75 ആണ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പും നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കുക. കൂടാതെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. അപ്പോൾ വിളിക്കാം, സംസാരിക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.